ടി വിയിലാണെങ്കിലും അവർ ഡെഫിനറ്റ്ലി കാണുന്നുണ്ട്. സീരിയൽസ് വാച്ച് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് എപ്പിസോഡ്സ് മിസ്സാവുന്ന ചിലപ്പം യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയിട്ടായിരിക്കും യൂട്യൂബിൽ ഇപ്പോൾ എല്ലാ ചാനൽസിനും അവരുടേതായ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് അവർ ഡെഫിനറ്റ്ലി അവർക്ക് വാച്ച് ചെയ്യാനുള്ള സ്പേസും സമയം അവർക്ക് കിട്ടുന്നുണ്ട്. അവരും ട്രാവൽ ചെയ്യുമ്പോൾ അവർ ചിലപ്പം ഇത് കാണും. ഡെഫിനറ്റ്ലി പഴയ ഒരു ഇതൊക്കെ മാറിയല്ലോ, എല്ലാവരും ടി വിയുടെ മുമ്പിൽ തന്നെ ഇരുന്ന് കാണണം. ഇല്ല ഇപ്പം നമുക്ക് യാത്രയിലും ജേണിയിലും നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചേട്ടാ, നമ്മളെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ചേട്ടൻ്റെ ചില എപ്പിസോഡ്സൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ കമൻറ്റ് ഇടാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനകത്ത് ചേട്ടൻ്റെ ഡയലോഗ് ഡെലിവറിയും അഭിനയം കാണുമ്പോൾ ചിലർ ചോദിക്കും, ഇയാൾ എപ്പോഴും 24 hours കഴിച്ചിട്ടാണോ ഇങ്ങനെ ഈ ഒരു സംഭവം ചെയ്യുന്നതെന്ന്, എന്നാലേ കോൺഫിഡൻറ്റ് കിട്ടുള്ളൂ. അപ്പം ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ചേട്ടൻ പേഴ്സണൽ നമ്പറാണ്, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കോൺസെപ്റ്റിൽ അങ്ങനെ ആണെങ്കിൽ പുള്ളിയെ നേരിട്ട് കണ്ടിട്ട് അദ്ദേഹം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. പിന്നെ ആ പുള്ളി റിപ്ലൈ തന്നില്ല. അപ്പം അത് അവരോട് എന്താ പറയുള്ളൂ അങ്ങനെ പറയുന്നത്? അല്ല, അത് സത്യം പറഞ്ഞാൽ അവർക്ക് അങ്ങനെ തോന്നുമെങ്കിൽ അതിൻ്റെ കഥാപാത്രത്തിൻ്റെ വിജയമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അതെ, കഥാപാത്രത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് അത്. കാരണം ഇപ്പം അതിൽ തന്നെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഇപ്പം നേരത്തെ പറഞ്ഞ ശ്രീപദം എന്ന് പറഞ്ഞതിൽ കുറച്ച് അസുഖമായിട്ടൊക്കെ അഭിനയിക്കണമായിരുന്നു. സിറോസിസ് ആയിട്ട് കിഡ്നിയുമൊക്കെ ഫെയിലിയറായിട്ടൊക്കെ ചെയ്തത്. അപ്പോൾ വളരെ നമ്മൾ നടക്കാനൊരു ബുദ്ധിമുട്ടും വേദനയും അതൊക്കെ കാണിച്ച് നടന്നത്. ഞാൻ ഈ അമ്പലത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊരു അടുത്ത് ചോദിച്ചിട്ടുണ്ട്. നമ്മളില്ല, എന്തേ അല്ല, കണ്ടു കഴിഞ്ഞാൽ അസുഖം പോലെ തന്നെ. ചേച്ചിമാരാണോ? ചേച്ചിമാർ കണ്ടു കഴിഞ്ഞാൽ അസുഖം പോലെ തന്നെ തോന്നുന്നു. കാണുമ്പോൾ എന്തോ ഒരു അസുഖം ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ കഥാപാത്രത്തിൻ്റെ ഒരു വിജയമായിട്ട് തന്നെയാണ്. ചേട്ടാ റിപ്ലൈ എന്താണ് കൊടുക്കുന്നത് അവർക്ക്? ഇല്ല അവിടെ ഞാൻ സഹിച്ചപ്പോൾ അസുഖം ഉണ്ടായിരുന്നില്ല. അല്ല, അന്നേരം അവരോട് എന്താ പറയാ? അന്നേരം ഇല്ല എന്ന് പറഞ്ഞ സന്തോഷം. അപ്പൊ അവരും പറയും, ഓ ഒന്നും വരാതിരിക്കട്ടെ എന്ന് അവര് തന്നെ പറയും. അവർ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ സന്തോഷം കൊണ്ട്. അതുപോലെ തന്നെ മദ്യപാനത്തിന്റെ ഇതും പിന്നെ ഓരോരുത്തർക്കും ഒരു ജസ്റ്റേഴ്സ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും തന്നെ ഈ കഴിക്കുമ്പോൾ നമ്മളൊരു ചിലപ്പോൾ തോന്നുമായിരിക്കും, ചിലപ്പോൾ കഴിച്ചിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അതൊക്കെ ചിലപ്പോൾ ചിലവർക്ക് തോന്നുമായിരിക്കും. ഇതൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓരോരുത്തരുടെ പ്രോസ്പെക്റ്റ് ആണ്, നമുക്ക് അതൊക്കെ അന്ന് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാവർക്കും മറുപടി പറയാനും പറ്റത്തില്ല. അതൊന്നുമില്ല, നമ്മളതൊക്കെ ഇഗ്നോർ ചെയ്യുക. പലരും തീർച്ചയായിട്ടും ഒരുപാട് ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാനും അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകാനും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് സമയം ഉണ്ടാവുള്ളൂ. ഈ വിക്രം സാറിന്റെ സിനിമ നമ്മുടെ സിനിമ റീമേക്ക് ചെയ്തു. ആ ചെയ്ത സമയത്ത് വിക്രം സാറിന്റെ കൂടെ ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം ഇപ്പോഴും കോണ്ടാക്ട് വെച്ചിട്ടുണ്ടോ? അതോ എപ്പോഴെങ്കിലും കണ്ട അറിയുമോ? വിക്രമൊക്കെ എവിടെയോ വലിയതായില്ലേ, പക്ഷെ എങ്കിലും ആളെ ഡൗൺ ടു എർത്താണ്. അതെ, അപ്പൊ വിക്രമനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. നമ്പർ ഉണ്ടോ മെസ്സേജ് അയക്കാനൊക്കെ എന്തെങ്കിലും? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ കോണ്ടാക്ട് വെക്കാറില്ല, വെച്ചിട്ടില്ല. കുറേ വർഷങ്ങളായതുകൊണ്ട്. പിന്നെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നമ്പറൊക്കെ മാറി ചേഞ്ച് ചെയ്ത് ലെവല് മാറി കഴിഞ്ഞപ്പോൾ. അല്ല, അങ്ങനെയല്ല. പിന്നെ ഇപ്പം എല്ലാവരും ഇപ്പം ഡയറക്റ്റ് കോണ്ടാക്ടിന് പകരമായിട്ട് ഇപ്പം മാനേജേഴ്സിനെയാണല്ലോ അപ്പോയിന്റ് ചെയ്തേക്കണം. 2-3 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. പറയുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രത്തിൻ്റെയൊക്കെ ഹിറ്റ് കാലഘട്ടങ്ങളുടെ നമുക്ക് എണ്ണി പറയാവുന്ന ഒരു സിനിമയാണ്. ബിഗ് ടൈമിലുള്ള സിനിമ കാശി എന്ന് പറഞ്ഞ സിനിമ ഒരിക്കലും മറക്കത്തില്ല. അതൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു വേദി വെച്ചിട്ടാലും ധൈര്യമായിട്ട് ചേട്ടന് പറയാം അല്ലേ, വിക്രം എന്ന് വിളിച്ചിട്ട് തന്നെ സംസാരിക്കാം. അല്ലെങ്കിൽ വിക്രം സാർ നിലയ്ക്ക് എന്തായാലും വിളിച്ച് സംസാരിക്കാൻ പറ്റും. ഈ ചെറിയൊരു ഇമാജിനേഷനാണ്. ഇപ്പോൾ വിക്രം സാറിനെ കാണാൻ പറ്റുമ്പോൾ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ചേട്ടൻ അങ്ങോട്ടേക്ക് പോയി സംസാരിച്ചിട്ട് ഇന്ന പോലെ ആളാണെന്ന് പറയും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ആ സമയത്ത് അപ്പിയറൻസ് എങ്ങനെയായിരുന്നു ചേട്ടൻ്റെ? ഹെയർ എത്ര ഇല്ലായിരുന്നു അല്ലേ? ഹെയർ ഇപ്പൊ ഈ ക്യാരക്ടറിന് വേണ്ടിട്ട് ഇങ്ങനെ വളർത്തിയെന്നുള്ളൂ ഹെയർ. പക്ഷെ എനിക്കും ഐ പ്രൗഡ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ ഒരു വിക്രം സാറിന്റെ കൂടെ പല സീരിയലിലും പല കഥാപാത്രങ്ങൾ ചെയ്ത് പല തരത്തിലുള്ള ആൾക്കാരോട് അഭിനയിച്ചിട്ടുള്ള ഒരു താരമാണ് താങ്കൾ. അപ്പോൾ എങ്കിലും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ രക്ഷപ്പെടേണ്ട ആൾക്കാരാണ് സിനിമയിൽ തന്നെ. പക്ഷെ എന്തുകൊണ്ടാണ് ചേട്ടാ സീരിയലിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയത്? എന്തുകൊണ്ടാണ് സീരിയലിലേക്ക് ഒതുങ്ങിപ്പോയത്? അങ്ങനെയല്ല. അതായത് ഇപ്പോൾ ആദ്യമേ നമ്മൾ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സീരിയലിൽ ചെയ്തു. അപ്പം നമ്മൾ സിനിമാക്കാരോട് തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും, നിങ്ങളുടെ മുഖം പ്രേക്ഷകർ വീട്ടിലിരുന്ന് കാണുന്നു, ഇനി തിയേറ്ററിലും കാശ് കൊടുത്ത് നിങ്ങളുടെ മുഖം തന്നെ കാണണം. അങ്ങനെ പറയുന്നവരുണ്ടോ? അങ്ങനെ പറയുന്നവരുമുണ്ട്. പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? പിന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് ആണോ ഡയറക്ടേഴ്സ് ആണോ? ടെക്നീഷ്യൻസ് തന്നെ. കൺട്രോളേഴ്സും ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും അവർ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും
ന്യൂ ഫേസസ്. ന്യൂ ഫേസസ് മാത്രമല്ല, സീരിയലല്ലാത്ത ആൾക്കാരാണ് കൂടുതൽ അവർക്ക് താല്പര്യം. അതെന്താണ് ചേട്ടാ സീരിയൽ താഴ്ത്തി കാണുന്നില്ല? താഴ്ത്തി കാണുന്നില്ല, അത് ഇപ്പം പണ്ട് പറഞ്ഞ ചെറിയ പെട്ടിയും വലിയ 70mm എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ, കോൺസെപ്റ്റാണ്. ഇപ്പം ചെറിയ വല്ല വേഷമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓരോരുത്തർ സീരിയലുകാരെ വിളിക്കണതാണ്. പുതിയ ആർട്ടിസ്റ്റുകളിനെ വിളിച്ച് വെറുതെ സമയം കളയില്ല. മറ്റേതാകുമ്പോൾ വിളിച്ച് അവർ ചെയ്തിട്ട് പോക്കോളൂല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ചെയ്യാനും താല്പര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ട് എന്തായാലും താല്പര്യമുള്ളൂ, അല്ലെങ്കിൽ കാര്യമുള്ളൂ. നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഒരു 5 മിനിറ്റ് ആയാലും അത് നല്ലൊരു സാധനമായിരിക്കണം. അല്ലാതെ വെറുതെ എന്തെങ്കിലും ചെയ്ത് മുഖം കാണിക്കാൻ വേണ്ടി നമ്മൾ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട്. പിന്നെ അത് നമ്മുടെ തുടക്കകാലത്തൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എന്നാലും നല്ലൊരു ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് ഈ എന്തുകൊണ്ട് ഒതുങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം അങ്ങനെ നമ്മൾ സിനിമയിലേക്ക് വന്ന് കുറച്ച് സജീവമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ദുബായിലേക്ക് ഒന്ന് പോണത്. അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ രണ്ടാമതൊരു റീഎൻട്രി ഭയങ്കര പാടാണ്. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കിട്ടണം. നമ്മളിപ്പോൾ ഒന്നിനും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നതും നമ്മൾ നടക്കുന്നതും. നമ്മുടെ ഉപജീവന മാർഗവും അഭിനയം കൊണ്ടും സമ്പാദിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പൈസ തരാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതായത് നമ്മളെങ്ങനെ ഒരു ചാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചിട്ടല്ലേ നമ്മൾ ചാൻസ് തന്നെ. നമുക്ക് പൈസ ചോദിക്കാനും പാടാണ്, പൈസ ചോദിക്കാനും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. പിന്നെ അതൊക്കെ തുടക്കകാലങ്ങളിൽ കേട്ടോ, തുടക്കകാലങ്ങളിൽ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദിലീപന്റെ രസികൻ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ദിലീപന്റെ നായിക ആദ്യത്തെ 2 നായികമാരുണ്ട്. കോളേജിലെ നായിക. കോളേജിലെ നായികനെ മാരി ചെയ്യുന്നത് ഞാനാണ്. അറിയാം, സിനിമ കണ്ടതാ. പക്ഷെ അത്രയും നല്ല ക്യാരക്ടർ ഒക്കെ ചെയ്തിട്ടേ ഒരുപാട്. അത് കഴിഞ്ഞാൽ അതിന് മുമ്പാണ് റൺവേ ചെയ്യുന്നത്. ദിലീപ് തന്നെ വിളിച്ച് എനിക്ക് തന്നാണ് ആ ക്യാരക്ടർ. ദിലീപായിട്ട് ഇപ്പം കോൺടാക്ടോ അങ്ങനെ എന്തെങ്കിലും? ദിലീപായിട്ട് ഇല്ല, അടുത്ത ദിവസം പോയി കാണുന്നുണ്ട് ദിലീപിനെ. കാണുമ്പോഴുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് ചേട്ടാ? കാണുമ്പോഴുള്ള ഞങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളിലാണ് പഠിച്ചത്. ശരിക്കും പറഞ്ഞാൽ വിദ്യാരാജ വിദ്യാഭവൻ. സീനിയർ ആരാണ്? സീനിയർ ദിലീപാണ്. ആണല്ലേ? ഒരു ക്ലാസ്സാണോ? എത്ര ക്ലാസ്സിന്റെ വ്യത്യാസം? ഒരു 2 വയസ്സിന് മുമ്പാണ്. അപ്പൊ ദിലീപേട്ടൻ ഇനിയിപ്പോ കാണാൻ പോകുമ്പോ എന്തായിരിക്കും ആദ്യം? കുറെ വർഷമായി ഇപ്പൊ പറഞ്ഞ. ഞാനും ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പായല്ലോ. എന്താ എവിടെയായിരുന്നു ഇത്ര നേരം, ഇത്ര നാൾ എവിടെയായിരുന്നു, എന്താ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. തീർച്ചയായിട്ടും ദിലീപ് വെരി ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ദിലീപേട്ടൻ എങ്ങനെയാണ്? ഹീസ് എ വെരി ഗുഡ് ഗായ് ആസ് എ പേഴ്സൺ. നമുക്കറിയാവുന്നിടത്തോളം നമ്മൾ ഇടവഴിക്കണ, അതുപോലെ തന്നെ മനുഷ്യനായിട്ട് നല്ല ബന്ധമായിരുന്നു. പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ പടങ്ങൾ പുള്ളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു യോഗം വളരെ ദുഃഖകരമായ ഒരു രീതിയിലേക്കാണ് പോയത്. കുറെ നല്ല ഭാഗ്യങ്ങൾ ചേട്ടന് സിനിമയിൽ തന്നെ കുറെ നല്ല ഭാഗ്യമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെയാണ്, നമ്മളൊന്ന് അങ്ങോട്ട് ക്ലച്ച് പിടിക്കണം. ഞാനതാ ചേട്ടാ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളെപ്പോലുള്ള ആൾക്കാര് നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് കുറെ വർഷങ്ങൾ കാണാതായി. സിനിമയിലോ സീരിയലോ ഒന്നും ഇല്ല. ഇപ്പൊ ദുബൈയിലാന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്തൊന്നും താങ്കളെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല. ഇങ്ങനെ ആർട്ടിസ്റ്റ് ഉണ്ട്, എവിടെയാണെന്ന് പോലും തിരക്കിട്ടില്ല. അതൊരു പോരായ്മയല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഡെയിലി നടന്മാര് വന്നോണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ നമ്മള് മസ്റ്റ് അല്ലല്ലോ. ഒരു വിഷ്ണു അല്ലേ, ഒരു രാഹുൽ കാണുമല്ലോ, വേറൊരാളുണ്ട്. അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ചേട്ടാ. ഒരു ദിവസം ഫാമിലി ആയിട്ട് നമുക്ക് നമ്മുടെ ഫ്ലോറിൽ വെച്ചെടുക്കാം. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത്രയും വർഷം നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി. വീണ്ടും നമ്മുടെ വർക്കുകൾ കാണുക, സീരിയലുകൾ കാണുക, പ്രോത്സാഹിപ്പിക്കുക. തീർച്ചയായിട്ടും ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ, അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സർവേശ്വരൻ നല്ല നല്ല വർക്കുകൾ സീരിയലിലും ആണെങ്കിലും ഞാൻ ഒന്നിനെയും കുറച്ച് കാണുന്നില്ല. സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും കഥാപാത്രങ്ങൾ, നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് വരട്ടെ എന്ന് നിങ്ങളും കൂടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും ചേട്ടാ. ഇനിയും 70mm നല്ല, എനിക്ക് ഇഷ്ടം വില്ലൻ കഥാപാത്രം ചേട്ടാ ചെയ്യുന്നത്. അതങ്ങനെ തന്നെ വരട്ടെ. സീരിയലും നന്നായിട്ട് പോട്ടെ. ഇനിയും നല്ല സീരിയൽ വരട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഓക്കെ, താങ്ക് യു.